ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു തട്ടം കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് മത തീവ്രവാദികൾ ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു തട്ടം കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് മത തീവ്രവാദികൾ ഇറക്കിവിട്ട ഒരു കുഞ്ഞൈഷ എവിടെ എന്ന് ഞാൻ ചിന്തിച്ചു. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് എനിക്ക് ഹിജാബ് ധരിച്ചേ പോകാൻ പറ്റൂ എന്ന് വാശി പിടിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഒരു 13 വയസ്സുകാരി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. ആ കുട്ടിയുടെ പിതാവിനായിരുന്നു കൂടുതൽ ആവശ്യം. ഈ പിതാവിന്റെയും മകളുടെയും ആവശ്യം സാധൂകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നതാരാ? SDPI ഭീകരർ. എല്ലാം കൂടി ഒരുമിച്ച് വായിച്ചു നോക്കിയപ്പോൾ കേരളം ഭയപ്പെടേണ്ടുന്ന സംഗതി തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞൈഷയെ ഇറക്കി, തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം? തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചു. ഡൽഹിയിലെ സ്ഫോടനം കഴിഞ്ഞ് ഇന്നേക്ക് 3 ദിവസമായിട്ടും ഒരു കുഞ്ഞൈഷമാരെയും ഒരു കുഞ്ഞു പാത്തുമ്മമാരെയും ഇറക്കി ഇവർ ഈ പ്രഹസനങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. എന്തേ? നിഷ്കളങ്കരായിട്ടുള്ള 2, 3, 4 ഡോക്ടർമാരുടെ ചിത്രങ്ങൾ സമൂഹത്തിൽ പതിയുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ജയ് ഹിന്ദ് പ്രശ്നമാണ്, വന്ദേ മാതരം വിളിച്ചാൽ പ്രശ്നമാണ്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ പ്രശ്നമാണ്, സാരേ ജഹാസി അച്ഛ വിളിച്ചാൽ പ്രശ്നമാണ്. ഇങ്ങനെ തുടങ്ങി ഇവർക്ക് എവിടെയും പ്രശ്നങ്ങളാണ്. എവിടെയാണ് ഈ പ്രശ്നങ്ങളുമായിട്ട് ഇവർ അട്ടഹാസം ഉണ്ടാക്കാനും പ്രതിഷേധിക്കാനും വരാറുള്ളത് എന്ന് നോക്ക്. എതിർഭാഗത്ത് ക്രിസ്ത്യാനികളായിരിക്കണം, അതല്ലെങ്കിൽ ഹിന്ദുക്കളായിരിക്കണം. അതേപോലും ജാമിയ നദവിയ അറബി കോളേജിൽ അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് മുഖം മറയ്ക്കണമെന്ന് പറഞ്ഞ് അട്ടഹാസം ഉണ്ടാക്കിയപ്പോൾ ആ സ്ഥാപനത്തിന്റെ അധികാരി കടക്ക് പുറത്ത് എന്നാ പറഞ്ഞത്. മാധ്യമത്തിന്റെ ഏതോ ഒരു മൂലയ്ക്ക് ഒരു വാർത്തയായിട്ട് അത് അങ്ങോട്ട് ഒതുങ്ങി. എന്തേ? മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടേക്ക് ഇവരാരും ചാടിക്കേറിയില്ല. ഒരു തട്ടമിട്ട താത്ത കുടുംബത്തെ പോലും മറന്ന് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ ഏത് ഫാത്തിമയും ഏത് ഐഷയും വന്നാണ് അവർക്ക് ഡെമോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ചെങ്കോട്ടയിലെ സ്ഫോടന കേസിലെ കണ്ണികൾ നീങ്ങുന്നത് വലിയ കൊടും ഭീകരവാദികളും ഉന്നത തല തീവ്രവാദ നേതാക്കളുടെയും കണ്ണികളിലേക്കാണ്. ഇപ്പോൾ അറസ്റ്റിലായ ലക്നൗ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വ്യക്തി, മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ ബീവിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നു. ഇവരെ ഡോക്ടറായി ഏതെങ്കിലും ആശുപത്രികളിൽ നിയമിക്കുന്നതിന് മുമ്പ് ഇവരെവിടെയാണ് പഠിച്ചിരുന്നതെന്നും ഇവരുടെ കുടുംബ പശ്ചാത്തലം എന്തായിരുന്നെന്നും ഒക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ് എന്ന വലിയ സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത്. ഈ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യയായിട്ടുള്ള ആരിഫ ബീവിയുമായി ഡോക്ടർ ഷഹീൻ സമ്പർക്കത്തിലായിരുന്നു എന്നാണ് ഏജൻസികൾ കണ്ടെത്തിയത്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന വനിതാ സംഘത്തിനു വേണ്ടി ഈ ഷഹീൻ പ്രവർത്തിച്ചിരുന്നു എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഷഹീൻ എന്നും ഷഹീന എന്നും പറയുന്ന ഈ സ്ത്രീയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ നിന്നും 100 കണക്കിന് 1000 സ്ത്രീകളെ ഇവരുടെ സംഘടനകളിലേക്ക് ചേർക്കുക, അതും അഭ്യസ്ത വിദ്യരായ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ നൈപുണ്യം നേടിയ സ്ത്രീയായിരുന്നു ഇവർ. ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയിലെ ഉന്നതരുമായി ഷഹീനയ്ക്കു ബന്ധമുണ്ടായിരുന്നു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ജെയ്ഷെയുടെ തലവനായിട്ടുള്ള മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ ബീവിയുമായി ഷഹീൻ ബന്ധമുണ്ടാക്കിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിന്റെ കണ്ണികൾ വളരെ വലുതാണ് എന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്ഫോടന കേസിലെ പ്രതികൾ ഉപയോഗിച്ച ബ്രസ എന്ന് പറയുന്ന കാറ് ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അൽഫലാഹ് സർവകലാശാലയിൽ പാർക്ക് ചെയ്ത നിലയിലാണ് കാറ് കണ്ടെത്തിയത്. ഭീകര സംഘത്തിലെ വനിതാ ഡോക്ടറായ ഷഹീന ഈ സ്ത്രീയുടെ കാറാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന 2ാമത്തെ കാർ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ചുവന്ന എക്കോ സ്പോർട്ട് കാറാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഫരീദാബാദ് പോലീസാണ് വാഹനം പിടികൂടിയത്. DL10CK 0458 ഈ നമ്പർ കാറാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.
കണ്ടവാലി ഗ്രാമത്തിൽ പാർക്ക് ചെയ്തിരുന്ന നിലയിലായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി നഗരത്തിൽ ഉടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോലീസ്. സ്ഫോടനത്തിന് ഉപയോഗിച്ച ഹ്യൂണ്ടായി i20 കാറിന് പുറമെ 2 കാറുകൾ കൂടി ഉമറും മുസലിമും വാങ്ങിയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. വ്യാജ വിലാസത്തിൽ ഈ കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാർ രജിസ്റ്റർ ചെയ്തിരുന്നത് ഡൽഹിയിലെ ന്യൂ സീലംപൂരിലെ ഒരു അഡ്രസ്സിലാണ്. പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തി തിരിച്ചുപോയി. വ്യാജരേഖകൾ നൽകി വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. രേഖകൾ പ്രകാരം ഡോക്ടർ ഉമർ നബി എന്ന വ്യക്തിയുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്തുമാത്രം ജാഗ്രതയോടുകൂടി പഴുതുകൾ അടച്ച് കൂലങ്കശമായിട്ടുള്ള സംഘടിതമായ നീക്കത്തോടുകൂടിയാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. രാജ്യസുരക്ഷയെ വെല്ലുവിളിച്ച ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ചുരുളുകൾ അഴിക്കാനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ NIA. സ്ഫോടനത്തിനിടയിൽ കൊല്ലപ്പെട്ട ഉമർ നബിയും കൂട്ടാളികളും നേരത്തെയും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കിടയിലോ ദീപാവലിക്കോ അപകടം നടത്താനായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. ഉമറും അറസ്റ്റിലായ മുസ്മിൽ ഷക്കീൽ ഇവര് രണ്ടുപേരും കഴിഞ്ഞ ജനുവരിയിൽ ചെങ്കോട്ട സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ മുസ്ലിമിന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചിട്ട് ചാന്ദിനി ചൗക്കിലും ജുമാ മസ്ജിദിലും ഇവർ എത്തിയിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദീപാവലി പോലെയുള്ള ആഘോഷങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് NIA കണ്ടെത്തിയത്. ആക്രമണത്തിന് വേണ്ടി ഭീകരർ വാങ്ങിയ മറ്റു വാഹനങ്ങൾക്കു വേണ്ടി സുരക്ഷാ ഏജൻസികൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറു കൂടാതെ മറ്റ് 2 വാഹനങ്ങൾ കൂടി ഭീകരർ വാങ്ങി എന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവ ദിവസം ഉമർ 11 മണിക്കൂർ ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞ ഇയാൾ പരിഭ്രാന്തിയിലായി. ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നു എന്നാണ് NIA വിലയിരുത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഭൂട്ടാനിൽ നിന്നും മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി LNJP ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. അതൊക്കെ ഇദ്ദേഹം എവിടെയാണ്, പ്രധാനമന്ത്രി പോകുന്നത് എന്ന വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്ന രേഖകളാണ് NIAക്ക് ലഭിച്ചത്. ചികിത്സാ വിവരങ്ങൾ ആരാഞ്ഞ നരേന്ദ്രമോദി 20 മിനിറ്റോളം ആശുപത്രിയിൽ ചിലവഴിച്ചു. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ യാത്രകൾ, അദ്ദേഹത്തിന്റെ വിസിറ്റിങ്ങുകൾ എല്ലാം തന്നെയും ഇവരുടെ നിരീക്ഷണത്തിൽ കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ചെങ്കോട്ടയിൽ നടന്ന ഈ ആക്രമണത്തിന് പിന്നിൽ ഭീകരർ ശക്തമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയതിന് ഹരിയാനയിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മുറിയാണ് അതിന്റെ തെളിവ് എന്ന് NIA കണ്ടെത്തി. ഈ മുറിയിൽ വെച്ചാണ് ഭീകരർ പദ്ധതി ആസൂത്രണം ചെയ്തത്. ഗൂഢാലോചന നടത്തുന്നതിനുള്ള പ്രധാന കേന്ദ്രമായി ഹോസ്റ്റൽ മുറി മാറി എന്നും NIA പറഞ്ഞു. ബോയ്സ് ഹോസ്റ്റലായിട്ടുള്ള 17-ാം നമ്പർ കെട്ടിടത്തിലെ 13-ാം നമ്പർ മുറിയിലാണ് വൈറ്റ് കോളർ ഭീകരർ രഹസ്യ ചർച്ചകൾക്കുള്ള കേന്ദ്രമാക്കി ഉപയോഗിച്ചിരുന്നത്. ഇവരിൽ പലരും അറസ്റ്റിലായിട്ടുണ്ട്. സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു. പുൽവാമ സ്വദേശിയായിട്ടുള്ള മുസമ്മിൽ അഹമ്മദ് ആണ് ഇവിടെ താമസിച്ചിരുന്നത്. സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ച അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യവും മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 2014 അൽ ഫലാഹ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായിട്ടുള്ളത്. പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ കരുവാക്കിയാണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് തന്നെ. ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാർ 12 ദിവസത്തോളം അൽ ഫലാഹ് കോളേജ് ക്യാമ്പസിനകത്ത് പാർക്ക് ചെയ്തിരുന്നു എന്നും ഇതിന്റെ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ പേരിലുണ്ട് തീവ്രവാദം, ഇവരുടെ പ്രവർത്തനത്തിലുണ്ട് തീവ്രവാദം, ഇവരുടെ വേഷത്തിലുണ്ട് തീവ്രവാദം. ഇവർ പഠിച്ച് ആ പഠന മികവിൽ പോലും ആ വിഭാഗം ആളുകളെ സംഘടിതരാക്കി എങ്ങനെയാണ് രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നത് എന്ന കണ്ടെത്തലുകളിലായിരുന്നു അവർ. തന്നെയുമല്ല, തെന്നിയും തെറിച്ചും ഏതെങ്കിലും മുസ്ലിം ഈ അപകടത്തിൽ പെട്ടുപോയാലും ശരി, കൂടുതൽ കാഫിറുകളെ ഇല്ലാതാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിച്ചതെല്ലാം. അതുകൊണ്ട് തന്നെ കാഫിറുകളുടെ ആഘോഷങ്ങൾ, ഏറ്റവും കൂടുതൽ കാഫിറുകൾ വരുന്ന കേന്ദ്രങ്ങളൊക്കെ നേരത്തെ തന്നെ ഇവർ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ ഒന്നല്ല, 1000 10,000 ആളുകൾ സംഘടിതരായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കാലന്റെ വേഷവുമിട്ട്. നന്ദി.